തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് താരസുന്ദരിയായി നിറഞ്ഞാടിയ നടിയാണ് രംഭ. രംഭയുടെ ഭംഗി 90കളിൽ സിനിമാ ലോകത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല. അതീവ ഗ്ലാമറസായി അഭിനയിക്കുവാൻ തയ്യാറായ രംഭ നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി. മീന, റോജ, സൗന്ദര്യ തുടങ്ങിയ നടിമാരെല്ലാം കരിയറിൽ തിളങ്ങി നിന്ന കാലഘട്ടമായിരുന്നു അത്. മലയാള ചിത്രം സർഗത്തിലാണ് രംഭ ആദ്യമായി അഭിനയിച്ചത്. വലിയ മേക്ക് ഓവറാണ് തുടർന്നുള്ള സിനിമകളിൽ രംഭയ്ക്ക് വന്നത്. അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി എത്താൻ രംഭയ്ക്ക് കഴിഞ്ഞു. രജനികാന്ത്, കമൽഹാസൻ, സൽമാൻ ഖാൻ, മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുടെ നായികയായി രംഭ അഭിനയിച്ചിട്ടുണ്ട്. 2010 വിവാഹിതയായ ശേഷമാണ് രംഭ അഭിനയരംഗം വിട്ടത്. ഇന്നും രംഭയെ മറക്കാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ സിനിമാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് രംഭ ഇപ്പോൾ. ഉള്ളത്തെ അല്ലിത്ത എന്ന സിനിമയിൽ അഭിനയിക്കവേ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നടി തുറന്നു സംസാരിച്ചു. സുന്ദർ സി സംവിധാനം ചെയ്ത സിനിമയാണിത്. കാർത്തിക്, ഗൗണ്ടമണി, മണിവണ്ണൻ തുടങ്ങിയവർക്കൊപ്പമാണ് നടി ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. ആദ്യം ഗൗണ്ടമണി സാറെ കണ്ടപ്പോൾ ഭയന്നു. പുതിയ നടിയാണോ എന്ന് ചോദിച്ചു. ബോംബെയിൽ നിന്നാണോ എന്നും ചോദിച്ചു. പിന്നീട് ജോളിയായി. മണിവണ്ണൻ സാർ എനിക്ക് അച്ഛനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ വാൻ വസ്ത്രം മാറാൻ നൽകും. അദ്ദേഹം വളരെ നല്ല വ്യക്തിയാണ്. സെറ്റിൽ എപ്പോഴും തമാശയായിരുന്നു. എല്ലാവരും കാർഡ് കളിക്കും. എനിക്കായി അവർ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഞാൻ പുതുമുഖമാണ്. എവിടെയെങ്കിലും പോയി വസ്ത്രം മാറണം. ഒരു സ്ഥലത്ത് മദ്യപിച്ച ചിലർ ഉണ്ടായിരുന്നു. അവർ എന്തൊക്കെയോ കമൻറ്റ് ചെയ്തു. ഞാൻ സ്റ്റാഫിനോടൊപ്പം ഓടി വന്നു. ഊട്ടിയിലാണ് സംഭവം അറിഞ്ഞ് ക്യാമറാമാനും മറ്റുള്ളവരുമെല്ലാം പോയി അവരെ ആട്ടി ഓടിച്ചു. അടുത്ത ദിവസം ഈ സംഘം ഒരു ഗ്യാങ്ങിനെ കൂട്ടി വന്ന് ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി. വലിയ ഫൈറ്റ് നടന്നു. അതിനടുത്ത് ഖുശ്ബുവിൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട്. അന്ന് ഖുശ്ബുവും സുന്ദർ സി സാറും ഡേറ്റിങ്ങിലാണ്. ഖുശ്ബുവിൻ്റെ മലയാള സിനിമയുടെ ഗ്യാങ്ങും ഞങ്ങളോടൊപ്പം നിന്നു. 2 സിനിമകളുടെ ആളുകളും എനിക്ക് സെക്യൂരിറ്റിയായി നിന്നു. എൻ്റെ വണ്ടി പോകുമ്പോൾ മുന്നിലും പിന്നിലും 4 വണ്ടികൾ വീതമുണ്ടാകും. അത്രമാത്രം അവരെന്നെ സംരക്ഷിച്ചു, രംഭ പറയുന്നു. 2 നായികമാരുള്ള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയാണ് തൻ്റെ വസ്ത്രങ്ങളും ലുക്കുമെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയതെന്നും രംഭ പറയുന്നു. തെലുങ്കിലെ എൻ്റെ 3ാമത്തെ സിനിമയിൽ 2 നായികമാരുണ്ട്. അപ്പോഴാണ് എനിക്ക് ടെൻഷൻ തുടങ്ങിയത്. എൻ്റെ വസ്ത്രം പോരാ, ഇത് ധരിക്കാൻ പറ്റില്ലെന്ന് ഡാൻസ് മാസ്റ്ററോട് പറഞ്ഞു. അസൂയ തോന്നിത്തുടങ്ങി. ഇത്തരം തോന്നലുകൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അത് ക്യൂട്ടായിരുന്നു. തനിക്ക് ശത്രുതാ മനോഭാവം ഇല്ലായിരുന്നെന്നും രംഭ വ്യക്തമാക്കി. അരുണാചലം എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പമുള്ള അനുഭവങ്ങളും രംഭ പങ്കുവച്ചു. ഷൂട്ടിംഗ് സെറ്റ് കുടുംബം പോലെയായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരിക്കും. അരുണാചലം സിനിമയിൽ അഭിനയിക്കവേ സന്ധ്യയ്ക്ക് ലൈറ്റ് അണഞ്ഞു. ഉടനെ ആരോ ഒരാൾ എന്നെ തട്ടി. ഞാൻ അലറി വിളിച്ചു. ലൈറ്റ് വന്നപ്പോൾ ആരാണ് രംഭയെ തൊട്ടതെന്ന സംസാരം വന്നു. രജനി സാറായിരുന്നു തൊട്ടത്. വെറുതെ തമാശ കാണിച്ചതാണ്. ഇത്തരം തമാശകൾ ഒപ്പിക്കുന്ന ആളായിരുന്നു രജനീകാന്തെന്നും രംഭ ഓർത്തു. തൻ്റെ സിനിമകളിൽ പ്രവർത്തിച്ച ഒരു ലൈറ്റ്മാൻ്റെ കടുത്ത ആരാധനയെക്കുറിച്ചും രംഭ സംസാരിച്ചു. അദ്ദേഹം എൻ്റെ പേര് പച്ചകുത്തി. എല്ലാ ദിവസവും എൻ്റെ ഫോട്ടോയ്ക്ക് ഹൽവ സമർപ്പിക്കും. അരുണാചലം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് സൂപ്പർ താരം രജനീകാന്താണ് ആരാധനയെക്കുറിച്ച് രംഭയോട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് താൻ വിശ്വസിച്ചിരുന്നില്ലെന്ന് രംഭ ഓർത്തു. രജനി സാർ ലൈറ്റ്മാനെ വിളിച്ച് പച്ച കുത്തിയത് എന്നെ കാണിച്ചു. തമിഴിലായിരുന്നു എഴുതിയത്. എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല. ഇതെൻ്റെ പേരാണെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന് വിഷമമായി. മാം, നിങ്ങളുടെ പേര് തന്നെയാണെന്ന് പറഞ്ഞു. രംഭ എന്ന് തമിഴിൽ എഴുതുക. ഇങ്ങനെയാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം ഇന്നും സിനിമാ രംഗത്തുണ്ടാകും. ഊട്ടിയിലെ വീട്ടിലെ റൂമിലുള്ള തൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഹൽവ സമർപ്പിക്കാറുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും രംഭ ഓർത്തു.